ഷഹനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഖബർ ഒരുങ്ങുമ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. 2-3 ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കുഞ്ഞുമായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷഹന എന്ന പേരുള്ള 32 വയസ്സുള്ള ഒരു സഹോദരി മദീനത്ത് ചെന്നിട്ട് വല്ലാതെ കൊതിച്ചതാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ അവിടെ തന്നെ ഖബർ അടക്കണം എന്ന് ഹസ്ബൻഡിനോട് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷഹനയ്ക്ക് കുട്ടികളില്ല. അവരാണെങ്കിൽ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ച് മദീനത്ത് ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥനയോടുകൂടി നടന്നതാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷെ പടച്ച റബ്ബ് അത് സാധ്യമാക്കിയില്ല. പക്ഷെ ഷഹനയ്ക്ക് അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി. മരണപ്പെട്ട് ആ ഖബറടക്കി, അവിടെ തന്നെ ഖബറടക്കാനുള്ള ഒരു ഭാഗ്യം ആ ഷഹനയ്ക്ക് കിട്ടി. ആ ഷഹനയ്ക്ക് 3 ദിവസം മാത്രം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ ഷഹനയോടൊപ്പം ഖബറടങ്ങാനുള്ള ഒരു ഭാഗ്യം ആ ഷഹനയ്ക്ക് കിട്ടി. എന്താ, കൊല്ലം കരുനാഗപ്പള്ളി ഓച്ചർ സ്വദേശിയാണ് ഷഹന. ഷഹനയുടെ ഭർത്താവ് ഷമീർ റിയാദിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഷമീറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഷഹന മദീനത്ത് ചെന്നത്. രണ്ടാളും കൂടിയിട്ട് ഷമീർ ഷഹനയും മദീനത്ത് ആ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോഴൊക്കെ അവരുടെ ഏക പ്രാർത്ഥന അവർക്കൊരു കുഞ്ഞിക്കാല് കാണണേ, ഒരു കുഞ്ഞിനെ കിട്ടണേ എന്നുള്ളതായിരുന്നു ആ ഷഹന മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഷഹനയ്ക്ക് പ്രമേഹ രോഗം ഉണ്ടായിരുന്നു. രോഗം മൂർച്ഛിക്കുമ്പോഴൊക്കെ ഷമീറിനോട് പറയുന്നതാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധ റംലാനിൽ, കഴിഞ്ഞ റംലാനാണ് ഈ സംഭവം, ഈ പരിശുദ്ധ റംലാനിൽ എന്നെ ഇവിടെ തന്നെ ഖബറടക്കണം എന്ന് ഷഹന ഷമീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, രണ്ടാളും നല്ല സ്നേഹത്തിലാണ്, അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു കുഞ്ഞെന്ന സ്വപ്നമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഷഹന മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ആ സഹോദരിക്ക് ആ പുണ്യഭൂമിയിൽ മദീനത്ത് ഖബറടങ്ങാനുള്ള ഒരു ഭാഗ്യം ആ സഹോദരിക്ക് കിട്ടി. അതിൽ ഷഹനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഖബർ ഒരുങ്ങുമ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. 2-3 ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കുഞ്ഞുമായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വെറും 3 ദിവസം മാത്രം പ്രായമായ അലി എന്നു പേരുള്ള സുഡാൻകാരനായ ഒരു കുഞ്ഞ് മരണപ്പെട്ടു. ആ കുഞ്ഞുമായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അവരാണെങ്കിൽ ഇവരടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞിനെ കൂടി ഖബറടക്കാമോ എന്ന്. ശരിക്കും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കൊതിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് ആ ഒരു പടച്ചവന് ഈ ഒരു സമയത്തായിരിക്കാം അത് കൊടുക്കുന്നത്. പടച്ചവൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സമയത്ത് പടച്ചവൻ്റെ ഒരു കുഞ്ഞിക്കാലി, ഒരു 3 ദിവസം പ്രായമായ അലി എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ ഷഹനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാണ്. ഷഹനയുടെ ഖബറിൽ അടക്കുവോ എന്നവർ വന്ന് ചോദിക്കുവാണ്. ഒരുപാട് മഹാന്മാരടങ്ങിയ 6 അടി മണ്ണിലേക്ക് പോകുമ്പോൾ ഷഹനയ്ക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമായിരിക്കാം ആ 3 ദിവസം മാത്രമായ പിഞ്ചു കുഞ്ഞ്. ആ ഷഹനയുടെ വീട്ടുകാർക്കൊക്കെ സമ്മതമായിരുന്നു. അങ്ങനെ ഷഹനയുടെ കൂടെ ആ കുഞ്ഞിനെയും ഖബറടക്കി. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കൊതിച്ച്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ആയുസ് മുഴുവൻ ഷഹന കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഒരു സ്വപ്നം സഫലീകരിച്ചത് ആ മരണത്തോടു കൂടിയാണ്. എന്തായാലും ഷഹനയുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ അലി എന്ന പൊന്നുമോനെയും ഖബറടക്കി. എന്തായാലും അലിക്ക് കൂട്ടായിട്ട് ആ ഉമ്മയുണ്ട്, ഷഹന എന്ന ഉമ്മയുണ്ട്. ഷഹന മരണപ്പെട്ട വിഷമത്തിലാണെങ്കിലും ആ വീട്ടുകാർക്ക് ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് തൻ്റെ മകൾക്ക് ഒരു മരണത്തോടെയാണെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് ഷഹനയുടെ വീട്ടുകാർക്ക്. ആ അലി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും അതേ ഒരു അവസ്ഥയാണ്. അലിക്ക് ഖബറിലും ഒരു ഉമ്മയെ കിട്ടിയല്ലോ, ഒരു സ്നേഹനിധിയായ ഒരു ഉമ്മയെ കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളും. എന്തായാലും പടച്ചവൻ്റെ വിധി ഇതായിരിക്കാം. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എത്രയോ ആൾക്കാർ കുഞ്ഞിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്ക് കുഞ്ഞുങ്ങളെ വേണ്ടാഞ്ഞിട്ട് ബക്കറ്റ് മുക്കി കൊല്ലുക, ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്തെറിഞ്ഞ് കൊല്ലുക, കിണറ്റിലിട്ട് കൊല്ലുക, ഏതെല്ലാം രീതിയിലാണ് പൊടി കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നത് ഒരു മനസാക്ഷി ഇല്ലാതെ. എന്നാൽ എത്രയോ പേര് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. എത്രയോ ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ അർഹതപ്പെട്ട കൈകളിൽ ആ കുഞ്ഞുങ്ങളെ എത്തിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.